ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുള്ള റൂമിൽ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ശ്രുതിയുടെ അമ്മ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ഈ തള്ള എന്നും പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അമ്മയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, എന്തായി മോളെ, ഇന്നലെ മോളുടെ കല്യാണം എന്തായി, കല്യാണമൊക്കെ മുഹൂർത്തം ആവാറായോ, മോള് എന്തെടുക്കാവോ, ഡ്രസ്സൊക്കെ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കുകയാണ്. അമ്മയ്ക്ക് ആ കല്യാണം കാണാൻ കഴിയാത്തതിലുള്ള നല്ല വിഷമം തന്നെയുണ്ട് ആ സംസാരത്തിൽ. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ എൻ്റെ കല്യാണം മുടക്കണോ, അതിനാണോ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതം നശിപ്പിക്കണോ നിങ്ങൾക്ക്, അതിനാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, മോളെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, നിങ്ങളൊരു തെറ്റും ചെയ്തില്ലേ, എന്നെ ഈ 17-ാം വയസ്സിൽ എന്നെ മറ്റൊരു കിളവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു, അതിലൊരു കുട്ടിയും ഉണ്ടായി, പിന്നെ അയാൾ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്തു, എൻ്റെ ജീവിതം അതോടുകൂടി തകർന്നില്ലേ, എല്ലാത്തിനും കാരണം നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി വളരെ ദേഷ്യത്തോടു കൂടി അമ്മയോട് പെരുമാറുകയാണ്. ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, മോളെ അതിന് ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ എന്ന് രേവതിയുടെ വീട്ടിലേക്ക് അന്ന് രേവതി വിളിച്ചപ്പോൾ വന്നു, അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം, അതിന് ശേഷമാണ് എനിക്ക് ഈ സ്വസ്ഥത ഇല്ലാതായത് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആ അമ്മയുടെ പുറകെയാണല്ലോ ആ ദാസ് എന്ന് പറയുന്ന PA പോയതും അങ്ങനെ ശ്രുതിയുടെ വീട് കണ്ടുപിടിച്ചതും ശ്രുതിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ആ ഒരു ദേഷ്യമാണ് ശരിക്കും ശ്രുതി അമ്മയോട് തീർക്കുന്നത്. ഇനി നിങ്ങൾ എന്നെ വിളിക്കൊന്നും വേണ്ട, ഞാൻ കല്യാണം നടക്കോ നടക്കില്ലേ എന്നൊന്നും അറിയില്ല, ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനുള്ളത്, നടന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വേണമെങ്കിൽ പറയാം, എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി തന്നെ ശ്രുതി ഫോൺ കട്ട് ചെയ്യുകയാണ്. അമ്മയാണെങ്കിൽ ആകെ വളരെ വിഷമത്തോടു കൂടി തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ തൻ്റെ ഫോൺ എടുത്തിട്ട് ആ അമ്മ നേരെ രേവതിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ആണെങ്കിൽ അവിടെ ഓടി നടന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻറ്റി എന്താ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോളെ എവിടെയാണ്, ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പറയാണ്, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ്, ഞങ്ങൾ അമ്പലത്തിലാണുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയി മോളെ എന്ന് ചോദിക്കുകയാണ്. മുഹൂർത്തം ആവാറായോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല മുഹൂർത്തം ആവാറായിട്ടില്ല, എന്തായാലും ചെക്കനും പെണ്ണും ഡ്രസ്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആൻറ്റി എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ആ കുട്ടിക്ക് അമ്മയില്ല അല്ലേ, പിന്നെ അച്ഛനും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ ആൻറ്റി അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ, മോള് ഒരമ്മയുടെ, ആ കുഞ്ഞിന് അമ്മയില്ലല്ലോ, അതുകൊണ്ട് ഒരു അമ്മയുടെ വേദന ഞാൻ പറയുന്നതാണ്. മോള് ആ കുട്ടിയുടെ ശരിക്കും ഒരു സഹോദരിയെ പോലെ തന്നെ കല്യാണം കഴിഞ്ഞാലും മോളൊരു സ്വന്തം സഹോദരിയെ പോലെ കാണണം, നിങ്ങൾ രണ്ടുപേരും സഹോദരികളായിട്ട് നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ആ അമ്മ. അത് കേൾക്കുമ്പോൾ രേവതിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് ഉണ്ടാകുന്നത്. രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് എന്തായാലും ഞാൻ ആ കല്യാണം ഭംഗിയായി നടക്കാനും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കാനൊക്കെ ഞാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാട്ടോ എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്ത് കുഴപ്പം വരാനാ അമ്മേ, അമ്മ എന്തായാലും ഇത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണല്ലോ അമ്മ, ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തായാലും അമ്മയുടെ മനസ്സ് ഒരു നല്ലൊരു മനസ്സ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് രേവതി ആ അമ്മയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും അതിനുശേഷം ആ അമ്മ പറയുന്നുണ്ട്, മോളെ മുഹൂർത്ത സമയത്ത് താലി കെട്ടുന്നതും മറ്റുമുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എനിക്ക് അയക്കണം കേട്ടോ, ഫോട്ടോ എടുക്കണം കേട്ടോ, എന്നിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ശരി അമ്മേ ഞാൻ അതുപോലെ ചെയ്തു തരാമെന്ന് രേവതി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫോൺ കെട്ടുകയാണ്. അങ്ങനെ ആ അമ്മയ്ക്ക് അതൊരു ചെറിയ ആശ്വാസമാവുകയാണ്. എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു സമാധാനം ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.